ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1697. ഇന്ന് ഓഗസ്റ്റ് മാസം 23-ാം തീയതി, 236-ാമത്തെ ദിവസത്തിലെത്തി. യേശു പറഞ്ഞിരുന്നു, വിളക്ക് കത്തിക്കണമെന്ന്. അതുകൊണ്ട് എല്ലാവരും വിളക്കൊക്കെ കത്തിക്കാനുള്ള ശ്രമത്തിലാണ്. അവിടം കൊണ്ട് തീർന്നോ നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം? വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 15 കൂട്ടുപിടിച്ചാണ് വിളക്ക് കത്തിക്കാനുള്ള യേശുവിന്റെ ആഹ്വാനം ആഹ്ലാദത്തോടെ ഏറ്റെടുത്തത്. പക്ഷെ വിളക്ക് കത്തിക്കുന്നതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒന്നാണത്രേ വിളക്ക് തണ്ടിന്മേല് അത് എടുത്തു വെക്കുന്നത്. വിളക്ക് കത്തിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ് കത്തിക്കപ്പെട്ട വിളക്കെടുത്ത് വിളക്ക് തണ്ടിന്മേൽ വെക്കുന്നത്. അത് എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം. അതിനുള്ള സ്വാതന്ത്ര്യവും സാഹചര്യവും അവസരവും ഓരോരുത്തർക്കും ഉള്ളപ്പോൾ അത് കൃത്യസ്ഥാനത്ത് വെക്കുന്നതിലാണ് ഏറെ പ്രാധാന്യം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്റെ നിങ്ങളുടെയും ഒക്കെ ജീവിതത്തില് ഇങ്ങനെ വെളിച്ചമൊക്കെ കൊളുത്തുന്നുണ്ട്, പക്ഷേ പ്രയോജനപ്പെടുന്നില്ല. എന്താണ് പ്രശ്നമെന്നറിയോ? അപ്രധാനമായ കാര്യങ്ങളുടെ പിന്നാലെയാണ് പലപ്പോഴും നമ്മൾ പലരുടെയും യാത്ര. സാരമില്ല, കുറെയൊക്കെ മാനുഷികമാണ്, ബലഹീനമാണ്, വിട്ടുകളയാം, ദൈവവും വിട്ടുകളയുമായിരിക്കും, അല്ലേ? നഷ്ടം അതിലും വലിയ അപകടവും മറ്റൊരിടത്താണ്. എന്താണ്? പ്രധാനപ്പെട്ടതൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഈ തിക്കും തിരക്കിനിടയിൽ അവഗണിക്കപ്പെടുന്നുണ്ട്. നാട്ടുനടപ്പനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അതൊരു കൂട്ടം ആളുകളാണ്. സ്വകാര്യ സന്തോഷങ്ങളെ മുൻനിർത്തി പദ്ധതികൾ ആവിഷ്കരിക്കുന്നവരുണ്ട്. അത് രണ്ടാമത്തെ കൂട്ടരാണ്. നല്ല സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം പ്രദർശനങ്ങൾ ഒരുക്കുന്നവരുണ്ട്. അത് മറ്റൊരു കൂട്ടരാണ്. ഒന്നും കാര്യമാക്കാതെ, ആരെയും പരിഗണിക്കാതെ, ആരെയും ഗൗരവത്തിലെടുക്കാതെ എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ ചെയ്തു കൂട്ടുന്നവരുണ്ട്. ഇങ്ങനെ പലജാതി മനുഷ്യരാണ് നമുക്കിടയിൽ. ഇതിനിടയിൽ ചെയ്യേണ്ടത് ഏതൊക്കെയാണ്, ഇപ്പം ചെയ്യേണ്ടാത്തത് ഏതൊക്കെയാണ്, ചെയ്യരുതാത്തത് ഏതൊക്കെയാണെന്ന് ഒരു തരംതിരിവിന് പ്രാധാന്യമുണ്ട്. അതിന് ഏറെ മൂല്യവുമുണ്ട്. തയ്യാറാവുന്നില്ല, മെനക്കെടുന്നില്ലെന്നുള്ളതാണ്. ഓരോന്നിനും അവ അർഹിക്കുന്ന പ്രാധാന്യം നൽകണം. അങ്ങനെ വേണം ജീവിതത്തിന്റെ പ്രയോറിറ്റി ഒന്ന് നിശ്ചയിക്കാനായിട്ട്. നല്ലൊരു മുൻഗണനാക്രമം തീരുമാനിക്കുന്നതിന് ഓരോരുത്തർക്കും സാധിക്കട്ടെ. യേശുവിന്റെ സഹായം തേടാൻ കേട്ടോ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.